നമസ്കാരം. ഇന്ന് ചെയ്യുന്നൊരു മൂവ്മെൻറ്റ് സൈഡ് കിക്ക് ബേസിക്കലി നമ്മളെങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അതായത് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന അവിടെ കിക്സുകളൊക്കെ ചെല്ലണമെങ്കിൽ ആ കിക്സുകൾ ബോഡീനെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ കിക്സ് ഫൈറ്റിനിടയിൽ യൂസ്ഡ് ആവുള്ളൂ. യൂസ്ഡ് ആണെങ്കിൽ നമ്മളുടെ മൈൻഡ് അത്രത്തോളം അതിനിഷ്ടപ്പെട്ട് ആ കിക്സിലോട്ട് ശ്രദ്ധ ചെല്ലണ രീതിയിലായിരിക്കണം നമ്മളുടെ പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ആ കിക്സ് ഞാൻ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് കാണിക്കാം. അത് ട്രൈ ചെയ്യണം. ഇത് മുട്ട് ലെവൽ, അര ലെവൽ മുട്ടുകാൽ ഒക്കെ എടുത്തിട്ട് ഓപ്പോണൻറ്റിൻ്റെ മുട്ടിൻ്റെ മേളിലാണ് കിക്സ് പ്രാക്ടീസ് ചെയ്യണം. ലോ ലെവലാണ് ആ കിക്സ്. ഇത് ഈ കിക്സ് പോണത് എടുത്ത് തന്നെ ബോഡിക്കൊരു കണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റ് ചരിവുണ്ട് കണ്ടോ. ഈ നേരത്ത് ഈ ഒരു 10 ഇത് 1 2 പറയുമ്പോൾ കിക്സ് പോണത് ഹീലാണ്. ഈ ഹീലാണ് തട്ടണ ഹീല്. ഈ പാഴ്സാണ് മുട്ടിൻ്റെ ഈ മേൽഭാഗത്ത് വന്ന് ഓപ്പണൻറ്റിന് മേൽഭാഗത്ത് തട്ടണത്. അപ്പോൾ അത് വളരെ ടഫാണ് പ്രാക്ടീസ് ചെയ്യാൻ. അത് ഫ്രീ ആയിട്ട് നമ്മൾ പരിശീലിപ്പിക്കണേ, ശരീരത്തിന് പരിശീലിപ്പിച്ച് ആ കിക്സിനെ നമ്മൾ അവിടെ എത്തിക്കണം. എങ്കിലേ നമുക്ക് നല്ലൊരു സ്കില്ല് വരുള്ളൂ ചെയ്യണ കിക്സിൽ. അപ്പോൾ അതിലോട്ട് ശ്രദ്ധ വന്ന ഒരു മൂവ്മെൻറ്റും കൂടി കാണിച്ചു തരാം. 1 2 3 4 5 6 7 അതായത് നമ്മൾക്കൊരാളും നിന്ന് വരില്ല അടിക്കാനായിട്ട്. നമ്മൾക്ക് ഒരാളും നിന്ന് വരില്ല കിക്ക് അടിക്കാൻ. കിക്കിൻ്റെ വെള്ളം വെച്ചു നമുക്ക് നിന്ന് വരില്ല കിക്സ് അടിക്കാൻ. ആ കിക്സ് നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് നമ്മൾ പഠിപ്പിച്ച് ആ കിക്സ് യൂസ് ചെയ്യണത് നമ്മുടെ മൈൻഡ്. ആ കിക്സ് യൂസ് ചെയ്യണത് നമ്മളുടെ മൈൻഡാണ്. അപ്പോൾ അതിനെ പരിശീലിപ്പിച്ച് ആ കിക്ക് മുട്ടുകാലിൻ്റെ മുകളിലാണ് അടിക്കണം. അത് ഉദ്ദേശിക്കുന്ന അവിടെയൊക്കെ നമ്മളുടെ മൈൻഡും ശരീരം കിക്സ് എല്ലാം ഒന്നായിരിക്കണം. ഈ ഒരു നിപ്പ് അല്ല മുന്നിലൂടെ മതിക്കണം. പക്ഷെ പുറകിലോട്ട് ഒരു മൂവ്മെൻറ്റ് പോകും, ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് പോകും, ചിലപ്പോൾ ബാക്കിലോട്ട് പോകും. നമ്മളുടെ ബോഡീനെ നമ്മൾ ഇണക്കിക്കൊണ്ടുവന്നാണ് പ്രാക്ടീസ് ചെയ്യണം.